ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. അതെ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ദിവസമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത്, പങ്കുട്ടൻ്റെ കൂടെ ഓളെ ഹെയർ കട്ടിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴോ പോകുമ്പോഴോ ഒന്നും എൻ്റെ ഹെയർ കൂടെ കട്ട് ചെയ്യണം എന്നുള്ള യാതൊരു പ്ലാനും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗൈസ് എൻ്റെ മുടി ഒന്ന് വെട്ടണം എന്നുള്ളത്. കാരണം ഞാൻ ഇതുവരെ ഷോർട്ട് ഹെയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതലേ എനിക്ക് ലോങ് ഹെയർ തന്നെയാണ്. മുടി വെട്ടുന്ന കാര്യം പറയുമ്പം ആസ് യൂഷ്വൽ എല്ലാവരുടെ വീട്ടിലും പറയുന്ന പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെയ്തു എന്നാണ് എന്നോടും പറയാറ്. എൻ്റെ ഹെയർ എൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ് ഗൈസ്. കാരണം എന്നെ ആദ്യമായിട്ട് കാണുമ്പോഴോ അതുപോലെ തന്നെ പരിചയമുള്ളവരൊക്കെ എന്നോട് ആദ്യം പറയുന്നത് മുടി നല്ല കേട്ടോ, വെട്ടിക്കളയരുത് എന്നാണ്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്കും വല്ലപ്പോഴെങ്കിലും ഞാൻ പ്രയോറിറ്റി കൊടുക്കണ്ടേ ഗൈസ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരെ പ്രയോറിറ്റി കൊടുക്കുക അല്ലേ? അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യും എന്നുള്ള രീതിക്ക് രണ്ടും കൽപ്പിച്ച് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ്. അവിടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, കൂടാതെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും കാണാൻ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും, അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ചെറിയൊരു ടെൻഷനും ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി കുറേ കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട് ഗൈസ്. എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു. കാരണം കുറേ കാലങ്ങളായിട്ടുള്ള ഹെയർ, എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇതുവരെ ഷോർട്ട് ഹെയർ ഉണ്ടായിരുന്നില്ല. അപ്പം കട്ട് ചെയ്യുമ്പം ചെറിയൊരു സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിനേക്കാളും നല്ല രീതിക്ക് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് കട്ടിങ് കഴിഞ്ഞു. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതിനേക്കാളും അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ബട്ടർഫ്ലൈ കട്ടാണ് പറഞ്ഞത്, അതുപോലെ തന്നെയാണ് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹെയർ ഷോർട്ടായിട്ട് തന്നെ കണ്ടതിൻ്റെയുള്ളൊരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എത്ര മുടി പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പങ്കുട്ടിൻ്റെ ഹെയർ കട്ട് മുഴുവൻ കഴിഞ്ഞ് മുടി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പങ്കുട്ടിനെ നല്ല ഇഷ്ടമായി ഹെയർ കട്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു 7 സ്ട്രീക്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുടി കുറച്ച് തിക്കുള്ളതുകൊണ്ട് 7 സ്ട്രീക്സ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇത് മുടിയിൽ കാണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 7 സ്ട്രീക്സ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ അവിടെയുള്ള കണ്ണാടിയിലൊക്കെ ഗൈസ് ഓടിപ്പോയി ഫോട്ടോസും വീഡിയോസും എടുക്കുകയായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഷോർട്ട് ഹെയറിലുള്ള എന്നെ കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പങ്കുട്ടിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പങ്കുട്ട എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അതിന് ശേഷം ഞങ്ങളൊരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഗൈസ് ലാസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. അങ്ങനെ 2025 ലാസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റിയ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.